പലരും എന്നോട് ചോദിക്കാറുണ്ട് IMA പോലെ ദന്ത ഡോക്ടർമാർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടോ എന്ന്. എന്നാൽ ഉണ്ട്. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇത് 1947 ഫാദർ ഓഫ് മോഡേൺ ഡെൻറ്റിസ്ട്രി എന്നറിയപ്പെടുന്ന ഡോക്ടർ R. അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ്. ദേശീയ തലത്തിൽ ഇപ്പോൾ 33ഓളം ശാഖകളുണ്ട്. പല സ്റ്റേറ്റ്സിലായിട്ട് പ്രവർത്തിക്കുന്ന 33ഓളം ശാഖകളുണ്ട്. അതിലൊന്നാണ് കേരള സ്റ്റേറ്റ് ബ്രാഞ്ച്. നമ്മുടെ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൽ ഒരു 39 ബ്രാഞ്ചസ് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ IDA മാവേലിക്കരയുടെ അംഗമാണ് ഞാൻ. CDH കൗൺസിൽ ഓൺ ഡെൻ്റൽ ഹെൽത്ത്. ഇതിൽ സാമൂഹിക പ്രതിബദ്ധതയ്ക്കായി സ്കൂളുകളിലും പൊതുസമൂഹത്തിലും ക്ലാസ്സസും ബോധവൽക്കരണ ക്യാമ്പ്സും ക്ലാസ്സസും എടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഇതിനോടനുബന്ധിച്ച് ഒരേ സമയം 2 ലക്ഷം കുട്ടികളെ ഉൾപ്പെടുത്തി പാൽപുഞ്ചിരി എന്ന പേരിൽ ബ്രഷിംഗ് ടെക്നിക്സ് വിവരിച്ചു. ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുകയും ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷനായി ഈ വർഷം 85,000 സ്കൂൾ കുട്ടികൾക്ക് ബ്രഷ് ടു ക്രഷ് എന്ന പേരിൽ ബ്രഷിംഗ് ടെക്നിക്സും എടുത്തു. ലഹരി വിരുദ്ധത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയും ഉണ്ടായി. ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട എന്ന പേരിലായിരുന്നു അത് ഇറക്കിയത്. WDC വുമൻസ് ഡെൻ്റൽ കൗൺസിൽ സംഘടനയിലെ വനിതാ ഡോക്ടർമാർ സ്ത്രീകളുടെ ദന്താരോഗ്യത്തിന് പ്രത്യേകമായി സൃഷ്ടിച്ച ഒരു വിഭാഗമാണ്. ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ഹോപ്പാണ്, ഹെൽപ്പ് ഫോർ പ്രൊഫഷണൽസ് ഇൻ എമർജൻസീസ്. ഇതിൽ ഞങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ ചെലവിൽ ലൈഫ്, മെഡിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അംഗങ്ങളുടെ കലാകായിക വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പലവിധ മത്സരങ്ങൾ നടത്താറുണ്ട്. ചിലമ്പൊലി എന്ന പേരിലാണ് കലാമത്സരങ്ങൾ നടത്താറുള്ളത്. സംഘടനയിൽ ഡെൻ്റൽ സ്റ്റുഡൻസും അംഗങ്ങളാണ്. അവർക്ക് വേണ്ടി സ്റ്റുഡൻസ് കോൺഫറൻസും നടത്താറുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇപ്പോഴും കുറച്ച് ഡെൻറ്റിസ്റ്റ് ഇതിൻ്റെ ഭാഗമല്ലാത്തത് സത്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൽ കാട്ടിലും നല്ലത് ഒരുമിച്ച് നിൽക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രൊഫഷനിലും ലൈഫിലും പ്രയോജനമേ ഉണ്ടാക്കും. അതുകൊണ്ട് പ്ലീസ് ജോയിൻ IDA ആൻഡ് സ്ട്രെങ്തൻ IDA. താങ്ക് യു.